കന്നി യാത്രയ്ക്കിടെ നവകേരള ബസ്സിലെ വാതിലിലുണ്ടായ തകരാർ പരിഹരിച്ചു. സുൽത്താൻ ബത്തേരി ഗ്യാരേജിൽ നിന്നാണ് തകരാർ പരിഹരിച്ചത്. എമർജൻസി എക്സിറ്റ് സ്വിച്ച് ഓണായി കിടന്നതാണ് പ്രശ്നത്തിന് കാരണമെന്നാണ് വിശദീകരണം. ഇന്ന് പുലർച്ചെ കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും യാത്ര തിരിക്കുമ്പോഴായിരുന്നു ഡോർ കേടായത്. നിശ്ചയിച്ച സമയത്തിൽ നിന്ന് ഏറെ വൈകിയുമാണ് ബസ് ബാംഗ്ലൂരിലേക്ക് പുറപ്പെട്ടത്. വിവരങ്ങളുമായി ഗോകുൽ ചേരുകയാണ്. ഗോകുൽ, ഒടുവിൽ വിവാദങ്ങൾക്കൊടുവിൽ ആ ഒരു പ്രശ്നം പരിഹരിച്ചു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദേവിക, ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. സുൽത്താൻ ബത്തേരി ഡിപ്പോയിൽ വെച്ചിട്ടായിരുന്നു എന്താണ് തകരാറെന്ന് മനസ്സിലാക്കുകയും അത് പരിഹരിക്കുകയും ചെയ്തത്. രാവിലെ 4 മണിക്കായിരുന്നു ബസ് KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെടേണ്ടിയിരുന്നത്. 4:30ക്കാണ് ബസ് പുറപ്പെട്ടത്. പുറപ്പെട്ട ഉടനെ തന്നെ ഇത്തരത്തിലൊരു സാങ്കേതിക പ്രശ്നം കാണുകയായിരുന്നു. അതായത് വണ്ടി ഓടുന്ന സമയത്ത് ബസ്സിന്റെ ഡോറ് താനെ തുറക്കുകയും ഈ കാറ്റത്ത് ആടി ഉലയുന്നത് ഒക്കെ ശ്രദ്ധയിൽപ്പെട്ട യാത്രക്കാർ അത് കണ്ടക്ടറോട് പറയുകയും അങ്ങനെ കണ്ടക്ടർ യാത്രക്കാരിൽ ഒരാളുടെ ബാഗ് മേടിച്ച് അതിന്റെ വള്ളി ഉപയോഗിച്ച് ഡോറ് കെട്ടിയിട്ടിട്ടായിരുന്നു യാത്ര തുടർന്നത്. താമരശ്ശേരി, കൽപ്പറ്റ ഒക്കെ ഈ രീതിയിലായിരുന്നു യാത്ര തുടർന്നത്. എന്നാൽ സുൽത്താൻ ബത്തേരിയിൽ എത്തുമ്പോഴേക്കും ഡിപ്പോയിൽ കയറ്റി എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാക്കി അത് പരിഹരിച്ചിട്ട് ഇപ്പോൾ യാത്ര തുടരുകയാണ്. ഏതായാലും 1 മണിക്കൂറോളം വൈകിട്ടാണ് ഇപ്പോൾ ബസ് ഓടുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗുണ്ടൽപേട്ട് ഇപ്പോൾ ബസ് കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുന്നു. 4:30ക്കായിരുന്നു, 4 മണിക്ക് പുറപ്പെടേണ്ടിയിരുന്ന ബസ് 4:30ക്കാണ് KSRTC ഡിപ്പോ കോഴിക്കോട് നിന്ന് എടുത്തത്. തുടർന്ന് ഈ ഒരു തകരാർ സംഭവിച്ചത് മൂലമുള്ള ഒരു ബസ് വൈകാനുള്ള ഒരു സാഹചര്യവും ഉണ്ടായി. 11:30ക്കാണ് ബസ് ബാംഗ്ലൂരിൽ എത്തേണ്ടത്. അത് കോഴിക്കോട് നിന്ന് പുറപ്പെട്ട് താമരശ്ശേരി, കൽപ്പറ്റ, സുൽത്താൻ ബത്തേരി, മൈസൂർ വഴി ബാംഗ്ലൂരിൽ എത്തേണ്ടത് 11:30ക്കാണ്. 11:30ക്ക് എത്താൻ സാധിക്കില്ല ഈ രീതിയിൽ പോകുമ്പോൾ എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. എന്നാൽ ഇപ്പോൾ മറ്റ് തകരാറുകളൊന്നുമില്ല. ഈ ബസ്സിന് തകരാർ സംഭവിച്ച സമയത്ത് ഡോർ അടയാതിരുന്ന സാഹചര്യത്തിലും ബസ് നിർത്തിയിടുന്ന സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ബസ് സൈഡിലാക്കി ഈ ഒരു ബാഗിന്റെ വള്ളി ഉപയോഗിച്ച് ബസ്സിന്റെ ഡോറ് കെട്ടി യാത്ര തുടർന്നിരുന്നു. എന്നാലും ചെറിയൊരു ബസ്സിന്റെ വേഗതയിൽ ഒരു ചെറിയ കുറവുണ്ടായിരുന്ന മൂലമാണ് ഇത്തരത്തിൽ 1 മണിക്കൂറോളം വൈകാനിടയായ സാഹചര്യം. ഇത് ഓടിപ്പിടിക്കാൻ സാധിക്കുമെന്ന് ബസ്സിന്റെ കണ്ടക്ടർ പറയുമ്പോഴും തിരക്കേറിയ സമയത്തിലേക്കാണ്, ഞായറാഴ്ച ആണെങ്കിൽ കൂടിയും ട്രാഫിക്കുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് 11:30ക്ക് കൃത്യമായി അവിടെ എത്താൻ സാധിക്കുമോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു മറുപടി നൽകാൻ ബസ്സിന്റെ ജീവനക്കാർക്ക് സാധിക്കുന്നില്ല. എന്തായാലും പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞു. ബസ് ഓടുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 2:30ക്കാണ് ബാംഗ്ലൂരിൽ നിന്ന് ബസ് എടുക്കുക, തിരിച്ച് കോഴിക്കോടേക്ക് വരിക. 2:30ക്ക് അവിടെ നിന്ന് പുറപ്പെടുന്ന ബസ് ഏകദേശം 10 മണിയോട് കൂടിയിട്ട് തന്നെ 10:05 കോഴിക്കോട് KSRTC ഡിപ്പോയിൽ എത്തുന്ന രീതിയിലാണ് ഇവിടുത്തെ ഷെഡ്യൂളുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ബസ്സിന്റെ മുമ്പിലത്തെ ഡോറിനായിരുന്നു തകരാർ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഈ ഹൈഡ്രോളിക് ലിഫ്റ്റൊക്കെ ഉള്ള മുമ്പിലത്തെ ഡോറിനായിരുന്നു തകരാർ സംഭവിച്ചത്. 2 ഡോറാണുള്ളത്, മുമ്പിലും പുറകിലുമായിട്ട്. പുറകിലെ ഡോർ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ബസ്സിൽ കയറുന്നത് പോലെയുള്ള പടികളുള്ള ഡോർ തന്നെയാണ്. അതിലെ കൂടിയാണ് സാധാരണ യാത്രക്കാർ കയറുന്നതും ഇറങ്ങുന്നതും. ഈ ഫ്രണ്ടിലെ ഡോറിലെ കൂടെ ഈ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഒരുക്കിയിട്ടുള്ളത്, പ്രായമായ ആളുകൾക്ക്. ആ ഡോറിനായിരുന്നു തകരാർ സംഭവിച്ചത്. എന്തായാലും തകരാർ പരിഹരിച്ച് ബസ് യാത്ര തുടരുകയാണ്. ദേവിക. ഗൂഗിൾ വേണുഗോപാലാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.